എക്സ്ക്ലൂസീവ് ഫോർ എക്സാംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടഡ് കാറ്റഗറി 3 എക്സാം ഓറിയൻറ്റേഷനാണ്. ഇതുവരെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് കാണേണ്ടതാണ്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് സർക്കിളിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ? യെസ്, ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുകയാണെങ്കിൽ അഥവാ ഇന്നത്തെ ചേരുവകൾ അഡോളസെൻ്റ് സൈക്കോളജി ആൻഡ് MCQs, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഇന്ന് നമ്മൾ നോക്കുന്നത് മേജർ ഡെവലപ്മെൻ്റൽ സ്റ്റേജ് ഓഫ് തിയറീസ് ആണ്. 5 തിയറി പറയുന്നുണ്ട്, 5 വ്യക്തികളുടെ. ദ ഫസ്റ്റ് വൺ ഈസ് സിഗ്മണ്ട് ഫ്രോയിഡ്സ് സൈക്കോ സെക്ഷൽ സ്റ്റേജ് തിയറി. സെക്കൻഡ് വൺ എറിക് എച്ച് എറിക്സൺസ് സൈക്കോ സോഷ്യൽ സ്റ്റേജ് തിയറി. ഓർത്ത് വയ്ക്കുക, സൈക്കോ സെക്ഷൽ എന്ന് പറയുമ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്, സൈക്കോ സോഷ്യൽ എന്ന് പറയുമ്പോൾ എറിക് എച്ച് എറിക്സൺ ആണ്. തേർഡ് വൺ കോൾബർഗ്സ് മോറൽ അണ്ടർസ്റ്റാൻഡിംഗ് സ്റ്റേജ് തിയറി. ഫോർത്ത് വൺ ജീൻ പിയാഷെസ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജ് തിയറി. ആൻഡ് ഫിഫ്ത്ത് വൺ ജെറോം എസ് ബ്രൂണേഴ്സ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി. ഇനി നമുക്ക് ഓരോന്നും വിശദമായിട്ട് നോക്കാം. ദ ഫസ്റ്റ് വൺ സിഗ്മണ്ട് ഫ്രോയിഡ് സൈക്കോ സെക്ഷൽ തിയറി. ഇത് നോക്കേണ്ടത് പറയുകയാണെങ്കിൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റേജസ് ഉണ്ടല്ലോ, അത് ഓർത്ത് വയ്ക്കുക. ഏതൊക്കെയാണ്? ഓറൽ സ്റ്റേജ്, അനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലാറ്റിൻ സ്റ്റേജ്, ജെനിറ്റൽ സ്റ്റേജ്. ഇതിൻ്റെ ഇപ്പോൾ ക്രൊണോളജി ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് സെക്കൻഡ് വൺ എറിക് എച്ച് എറിക്സൺസ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി. ഇത് നോക്കേണ്ടതും സ്റ്റേജ് തന്നെയാണ്. സ്റ്റേജസ് പറയുകയാണെങ്കിൽ ഇൻഫൻറ്റ് സ്റ്റേജ്, ടോഡ്ലർ സ്റ്റേജ്, പ്രീ സ്കൂളർ, ഗ്രേഡ് സ്കൂളർ, ടീനേജർ, യങ് അഡൾട്ട്, മിഡിൽ ഏജ് അഡൾട്ട്, ഓൾഡർ അഡൾട്ട്. വേറെ രീതിയിലും പറയാറുണ്ട്. ഏതൊക്കെയാണ്? ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്, ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്, ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട്, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി, ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ, ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ, ദെൻ സ്റ്റാഗ്നേഷൻ, നമുക്കറിയാവുന്ന കാര്യമാണ്. ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ, ഇൻറ്റിഗ്രിറ്റി വേഴ്സസ് ഡെസ്പയർ. അപ്പോൾ ഇതിൻ്റെയും സ്റ്റേജസ് ഓർത്ത് വയ്ക്കണം. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് കോൾബർഗ്സ് മോറൽ ഡെവലപ്മെൻറ്റ് തിയറി. ഇത് ഓർത്ത് വയ്ക്കേണ്ടത് 3 സ്റ്റേജ് തന്നെയാണ്. പ്രീ കൺവെൻഷൻ സ്റ്റേജ്, കൺവെൻഷണൽ സ്റ്റേജ്, പോസ്റ്റ് കൺവെൻഷൻ സ്റ്റേജ്. ഇപ്പോൾ ഇതിൻ്റെ ഏജും ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇപ്പോൾ പ്രീ കൺവെൻഷൻ സ്റ്റേജിൽ 3 to 7, കൺവെൻഷൻ സ്റ്റേജ് ആകുമ്പോൾ 8 to 13, പോസ്റ്റ് കൺവെൻഷൻ സ്റ്റേജ് പറയുമ്പോൾ അഡൾട്ട്ഹുഡാണ്, 13+ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ചോദ്യങ്ങൾ ഏതൊക്കെ സ്റ്റേജാണ് ഈ പറയുന്ന ഈ തിയറി കടന്നു പോകുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ വയസ്സും ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ഏജും ഉണ്ട്. ജീൻ പിയാഷെയുടെ തിയറിയിലും എന്തൊക്കെ വരുന്നുണ്ട്? സ്റ്റേജസും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഏജും വരുന്നുണ്ട്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം. ദ ഫസ്റ്റ് വൺ സെൻസറി മോട്ടോർ ഏജ് 0 to 2 years. സെക്കൻഡ് വൺ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് 2 to 7 years. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് 7 to 11 years. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് 11+. ഇപ്പോൾ ജീൻ പിയാഷും കോൾബർഗും ചെറിയ സംശയം വരാറുണ്ട് ഓപ്പറേഷനിലും കൺവെൻഷനിലൊക്കെ വരുമ്പോൾ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അതിൻ്റെ ഓർഡർ, പ്രത്യേകിച്ച് ഈ പറയുന്ന സ്റ്റേജസും അതുപോലെ തന്നെ ഏജും തീർച്ചയായിട്ടും ഓർത്ത് വയ്ക്കുക. അത് കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ ഈ പറയുന്ന 2 കാര്യത്തിനും, ഏതൊക്കെയാണ്? കോൾബർഗിൻ്റെ ആണെങ്കിലും ജീൻ പിയാഷിൻ്റെ ആണെങ്കിലും സ്റ്റേജും ഏജും നല്ല രീതിയിൽ പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് വൺ ജെറോമസ് ബ്രൂണേഴ്സ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറിയാണ്. ഇതിലും സ്റ്റേജ് വരുന്നുണ്ട്. ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ് ആൻഡ് സിംബോളിക് സ്റ്റേജ്. ഇനാക്റ്റീവ് സ്റ്റേജ് പറയുകയാണെങ്കിൽ 0 to 18 months ആണ്. ഐക്കോണിക് സ്റ്റേജ് 18 months to 6 years ആണ്. സിംബോളിക് സ്റ്റേജ് പറയുകയാണെങ്കിൽ 6 years onwards ആണ്. EIS ഓർത്ത് വയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും നമുക്ക്. ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. ദീസ് ആർ സ്റ്റേജസ് അണ്ടർ ജെറോം ബ്രൂണേഴ്സ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി. ഓക്കെ, എന്നാൽ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? യെസ്, ദ ഫസ്റ്റ് വൺ systematic change in the mental processes that underlie all learning and performance is referred to as. Options are moral maturation, cognitive development, social emotional development, and the last one intellectual development. And the answer is cognitive development. Question ഒന്നുകൂടി വായിക്കാം. Systematic change in the mental processes that underlie all learning and performance is referred to as cognitive development. And the second question is, according to Piagetian theory, cognitive development is influenced by all of the following except, and the options are perception, reasoning, verbal facilities and language. And the answer is language. According to Piagetian theory, cognitive development is influenced.
cognitive development is influenced by all the following? And the answer is language. And the third question is, according to Erik H. Erikson, successful resolution of the identity versus role confusion conflict faced in adolescence leads to which of the following virtues? And the options are a sense of purpose, feelings of competence, the ability to commit oneself, investment in future generation. And the answer is ability to commit oneself. പുറത്ത് വയ്ക്കുക, എറിക് എച്ച് എറിക്സൻ്റെ സ്റ്റേജസും അതുമായി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ദ ആൻസർ ഈസ് എബിലിറ്റി ടു കമ്മിറ്റ് വൺ സെൽഫ്. ആൻഡ് ദ ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ്, എ ടീനേജർ ഹു ബിഗിൻസ് യൂസിങ് ആൽക്കഹോൾ ബിക്കോസ് ഓൾ ഹിസ് ഫ്രണ്ട്സ് ആർ ഡൂയിങ് ഇറ്റ് ഈസ് പ്രോബബ്ലി ഇൻ കോൾബർഗ്സ് സ്റ്റേജ്. ഏതാ വരിക? ആൻഡ് ദ ഓപ്ഷൻസ് ആർ പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയൻറ്റേഷൻ സ്റ്റേജ് 1, ഇൻസ്ട്രുമെൻ്റൽ ഹെഡോണിസം സ്റ്റേജ് 2, ഗുഡ് ബൈ ഓർ ഗുഡ് ഗേൾ morality stage 3, authority and social order maintaining morality stage 4. And the answer is goodbye or good girl morality. Question മനസ്സിലായെന്ന് വിചാരിക്കുന്നു. A teenager who begins using alcohol because all his friends are doing it is probably in Kohlberg stage. Kohlberg stage ഉണ്ടല്ലോ, അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഏതാണ് വരുന്നത്? അതിൻ്റെ ആൻസറാണ് കൊടുത്തിരിക്കുന്നത് ഗുഡ് ബൈ ഓർ ഗുഡ് ഗേൾ മൊറാലിറ്റി. ഫിഫ്ത്ത് വൺ, according to Jean Piaget, schema building occurs as a result of modifying new information to fit existing schemas and by modifying all schemas as per new information. These two processes are known as, options are assimilation and adaptation, accommodation and adaptation, equilibrium and modification, assimilation and accommodation. And the answer is accommodation and assimilation. ഒന്ന് പറയാം, assimilation and accommodation ആണ് the correct answer. പിന്നെ നമുക്കറിയാം സ്കീമ പറഞ്ഞാൽ എന്താണ്? ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് നോളജ് ആണ് സ്കീമ. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയ ക്വസ്റ്റ്യനും ഓർത്ത് വയ്ക്കുക, പഠിച്ചു വയ്ക്കുക. ആൻഡ് ദ സിക്സ്ത് വൺ, വാട്ട് നെയിം ഡിഡ് സിഗ്മണ്ട് ഫ്രോയിഡ് ഗീവ് ടു us മോഡൽ ഓഫ് ദി മൈൻഡ് വിച്ച് കംപ്രൈസ് ദ ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ? ആൻഡ് ദ ഓപ്ഷൻസ് ആർ സ്ട്രക്ചറൽ മോഡൽ, ജനറ്റിക് മോഡൽ, ടോപ്പോഗ്രഫിക്കൽ മോഡൽ, അൺകോൺഷ്യസ് മോഡൽ. ആൻഡ് ദ ആൻസർ ഈസ് സ്ട്രക്ചറൽ മോഡൽ. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ 3 സ്റ്റേജ് നമുക്കറിയാം, ഏതൊക്കെയാണ്? ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. And the answer is structural model. Which of the following is not one of the psychosocial stages of development proposed by Erik H. Erikson? Options are toddlerhood, infancy, middle adulthood and kidulthood. And the answer is kidulthood. Okay. Eighth one, Bruner's 3 stages of cognitive representation follow which order? From earliest to latest. Order നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ഓരോരുത്തരുടെ പിക്ക് കാണിക്കുമ്പോൾ പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും ഇതിൻ്റെ സ്റ്റേജസ് പഠിച്ചു വയ്ക്കണം, ഓർത്ത് വയ്ക്കണം, റിവൈസ് ചെയ്യണമെന്ന്. അതിൻ്റെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ആൻഡ് ദ ഓപ്ഷൻസ് ആർ ഇനാക്റ്റീവ്, സിംബോളിക്, ഐക്കോണിക്, ഐക്കോണിക്, സിംബോളിക്, ഇനാക്റ്റീവ്, ഇനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക്, ഐക്കോണിക്, ഇനാക്റ്റീവ്, സിംബോളിക്. EIS ആണ് നേരത്തെ പറഞ്ഞിരുന്നു. ഇനാക്റ്റീവ്, ഐക്കോണിക് ആൻഡ് സിംബോളിക്, ദാറ്റ് ആർ ദ സ്റ്റേജസ്, 3 സ്റ്റേജസ് ഓഫ് ബ്രൂണർ ഫ്രം earliest to latest. And the 9th one, who coined the term identity crisis? And the options are Jerome S. Bruner, Erik H. Erikson, Jean Piaget, Sigmund Freud. And the answer is Erik H. Erikson. ക്ലാസ്സിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് അഡോളസൻറ്റ് സൈക്കോളജിയുടെ വേറൊരു പാർട്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റൽ തിയറീസ് ആണ്. 5 പേരെ ഡെവലപ്മെൻറ്റ് തിയറീസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസും സ്റ്റേജസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും MCQs നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ കാണും വരെ ബൈ.